ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 5 പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇവന്മാരെ 5നെ ഒന്ന് പോട്ടിലോട്ട് മാറ്റണം. അതുപോലെ അതിൽ ഈ 3 നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താണ്. ഇത് 2 ഞാനിപ്പോൾ വാങ്ങിച്ചതാണ്. ജസ്റ്റ് നമുക്ക് ഇവന്മാരെ 5 പേരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതൊരു പാമിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അത് വീടിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർ പ്യൂരിഫിക്കേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയ ആൾക്കാർ അകത്ത് ഇത് നമ്മൾ കോമൺലി കണ്ടുവരുന്നൊരു ചെടി തന്നെയാണ് ഇത് ഇൻഡോറിൽ. പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് അറീലിയയുടെ ഒരു പ്ലാന്റാണ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ കട്ടിങ് കൊണ്ടുവന്ന് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത വീട്ടിൽ തന്നെ. പിന്നെ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പക്ഷേ കൂടുതൽ ഔട്ട്ഡോറിലും, ഇത് ഔട്ട്ഡോറിലും ഇൻഡോറിലും ഒരേപോലെ കാണുന്ന, രണ്ടും ഏകദേശം ഒരേപോലെ ആൾക്കാർ ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കുന്നതാണ്. പിന്നെ ഒരു ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്. ഇതും നമ്മളിവിടെ കട്ടിങ് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചതാണ്. ഇത് അത്യാവശ്യം അതിൻ്റെ പടനേറാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് വന്നിരിക്കുന്ന കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ്. കലാത്തിയുടെ സീബ്രയുടെ ഒരു സീബ്ര പ്ലാന്റ് അങ്ങനെ എന്തോ ഇത് പറയുന്നത്. കാരണം ഇതിൻ്റെ ടെക്സ്ചർ കണ്ട സീബ്രയുടെ മേത്ത വര പോലെ വന്നിരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സീബ്ര പ്ലാന്റ് എന്ന് ഇതിനെ വിളിക്കുന്നത്, എന്തോ അറിയത്തില്ല. പിന്നെ അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റി ഉണ്ട്. ഇത് വെരിഗേറ്റഡ് ആണ്, വൈറ്റും ഗ്രീനും ഷെയ്ഡ് വരുന്നത്. ഈ 2 നമ്മൾ മേടിച്ചതാണ്. അതുപോലെ ഇത് 3 നമ്മൾ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ്. ഇവന്മാർ 5നെയും കൂടി നമുക്കൊരു പോട്ടിലോട്ട് മാറ്റി സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി 5 പോട്ടിൻ്റെ അത് പോട്ടി മിക്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മളിവിടുത്തെ കട്ടയ്ക്ക് നമ്മുടെ ഹീരാൻഡി ഉണ്ട് നമ്മളിവിടുത്തെ. ഓ അപ്പോൾ നമുക്ക് ഇവന്മാരെ ഇതിൻ്റെ അകത്തോടെ മാറ്റി സെറ്റ് ചെയ്യാം. ആദ്യമേ ഇവരെ എടുത്ത് മാറ്റി വെക്കാം. ഓക്കെ, വലിയ കുഴപ്പമില്ലാതെ ഒരു പോകുന്നത്. വളരെ ചെറുതിലേ കൊണ്ടുവന്ന് നമ്മൾ നട്ടതാണ്. അത്യാവശ്യം ഇത്ര സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നേരെ ഈ പോട്ടിലോട്ട് മാറ്റാം. അടുത്ത് നമുക്ക് ഇവനെ നടാം. ഇവനെ നമ്മൾ ഈ കവറ് ഡാമേജായി പോകാതാണ് എടുക്കാൻ. കാരണം നമുക്ക് ഇങ്ങനെ കിട്ടുന്ന കവറിൻ്റെ അകത്താണ് നമ്മൾ അടുത്ത ചെടി പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോഴും കവർ മേടിക്കാൻ നേരമുണ്ടാവും. പിന്നെ അത് നമുക്കിവിടെ ഒരു ഭാരമായിട്ട് കിടക്കുന്നത്. പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുക. ആരോ ഒരു ചെറിയൊരു കൂടൊക്കെ വെച്ച് താമസിക്കുന്നുണ്ട്. ഇത് ആരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. കട്ടറും ചെട്ടിയാനാണിത്. നമ്മുടെ ചെടിയെ നമ്മളിതൊന്നും അനുവദിക്കത്തില്ല. അതാ നാളെ ഇവന്മാരിൻ്റെ ഇല കടിച്ച് ഇലയോടെ പറിച്ച് കളങ്ങോട്ട്. ഇലയോടെ അടുത്ത നമുക്ക് നമ്മുടെ കലാത്തിനെ എടുത്ത് ഇതിലോട്ട് വേണം. അപ്പോൾ അതും നമുക്ക് ഈ കവർ ഡാമേജായി പോകാതെ തന്നെ എടുക്കണം. ഇതിൻ്റെ വേരൊക്കെ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ടാസ്ക് പരിപാടി ആയിരിക്കും. എന്നാലും കിട്ടുമോ ഇല്ലേ നോക്കാം. ഇങ്ങനെ ടാസ്ക് ആയിരിക്കും ഇടയിലൊക്കെ നടിക്കുന്നത്. കവർ ചീത്തയായി പോകാതെ നല്ലോണം പിടിച്ചിരിക്കാന്ന് എനിക്ക് തോന്നണം. കണ്ടാൽ ചെയ്യാൻ പോലെയൊക്കെ ഇരിക്കുമല്ലേ. ഈ സാധനം അത്യാവശ്യം വിലയുള്ളതും വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ്. ശരിക്കും ആ പഴയ സാധനം വിട്ടുപോകണില്ല കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് പോകുന്നത്രം പോയാൽ മതി. ആ വേരിനൊക്കെ നല്ല ഡാമേജ് ഇല്ലാതെ വളരും ഇങ്ങനെ. അടുത്തത് നമ്മുടെ അവസാനത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ
ഇവന്മാരെ നമുക്ക് എല്ലാത്തിനും ഒറ്റ പേരൊക്കെ ഉണ്ട്, പക്ഷെ മതിയാ പോയി കഴിഞ്ഞാൽ സാധനം പിടിച്ച് കയറിക്കോളുമായിരിക്കും അല്ലേ. നല്ല ആഴത്തിൽ വീഴാനായിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത് പറിച്ച് മാറ്റി വെക്കണ്ടായിരുന്നു. വേറൊന്നും ഇല്ല. അത് മറ്റേ സാധനം വെട്ടിയിട്ടതായിരിക്കും. ഓ, ഇത് ഊഴാൻ വെട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട് ചീഞ്ഞ് പോയിട്ടുള്ളത്. രണ്ട് 3 മൊത്തം നമുക്ക് 4 പ്ലാന്റ് ഉണ്ട്. നമ്മൾ 4 വിത്ത് സെറ്റ് ചെയ്തിട്ടേ ഞാനീ പടന്ന് കയറി പോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 ടൈപ്പ് ചെടി നമ്മൾ മാറ്റി സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഓക്കെ, ബൈ. സോറി, ഒരു കാര്യം മറന്നു കേട്ടോ, വെള്ളം ഒഴിച്ചില്ല. ഒന്ന് കളിച്ചു കൊടുത്താൽ മതി, കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ നമ്മളിപ്പോൾ നല്ല മഴയാണ് പുറത്ത്. പിന്നെ നമ്മൾ ഈ ഇളക്കിയ മണ്ണൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് വെള്ളം. അപ്പോൾ മതി. അപ്പോൾ ശരി, ഓക്കെ, ബൈ.